ഖബറുകൾക്കകത്ത് കിടക്കുന്ന മഹാന്മാരെ ദൈവങ്ങളാക്കുന്നത് തൗഹീദിന് ഘടകവിരുദ്ധവുമാണ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ മറ്റാർക്കും ആരാധനയർപ്പിക്കാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചത്, ലാ തജ്അലു ഖബരി വസനൻ യുഅബദു, നിങ്ങൾ എൻ്റെ ഖബറിടത്തെ ഒരാരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കുന്നതിൽ പലരും ഭീമാബദ്ധങ്ങളിൽ പെട്ടിരിക്കുന്നു. മഹാന്മാർക്ക് നൽകുന്ന ആദരവിനെയും ആരാധനയുടെ ഗണത്തിൽ അവർ പെടുത്തിയിരിക്കുന്നു. അവരുടെ ഖബറുകൾക്ക് നൽകുന്ന ബഹുമാനത്തെ ഖബർ പൂജയായി അവർ ചിത്രീകരിക്കുന്നു. തീരെ അവർ ചിന്തിക്കുന്നില്ല മഹാന്മാരുടെ ഖബറുകൾക്ക് പ്രത്യേകതയുണ്ടെന്നും അവിടം മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണെന്നും അതുകൊണ്ട് തന്നെ അവ ആദരിക്കപ്പെടേണ്ടതാണെന്നും നാം വിശ്വസിച്ചേ മതിയാകൂ. ആ വിശ്വാസം, ആ ആദരവ് എങ്ങനെയാണ് ആരാധനയാകുന്നത്? ആദരവൊക്കെ ആരാധനയാണോ? അല്ല. അവ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആദരവ്? എന്താണ് ആരാധന? ഇവക്കിടയിലെ വ്യത്യാസം എന്താണ്? നമുക്കത് ഒരു പണ്ഡിതനോട് ചോദിച്ചു മനസ്സിലാക്കാം. ആദരവ് ദിവ്യത്വം കൽപ്പിക്കുമ്പോഴാണ് ആരാധനയാകുന്നത്. ദൈവമാണെന്ന വിശ്വാസമില്ലെങ്കിൽ അത് കേവലം ഒരു ബഹുമാനം മാത്രമാണ്. ഉദാഹരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അതനുസരിച്ചുകൊണ്ട് എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. മാറി നിന്നത് ഇബ്ലീസ് മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആദമിന് മലക്കുകൾ ചെയ്ത ഈ സുജൂദ് അത് ആദമിനുള്ള ആരാധനയല്ല, മറിച്ച് ആദരവ് മാത്രമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുമുള്ള വിശ്വാസത്തോടു കൂടെയാണ് മലക്കുകൾ ആ സുജൂദ് ചെയ്തിട്ടുള്ളത്. അതേസമയം മക്ക മുശ്രിക്കുകൾ അവരുടെ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുമ്പിൽ അർപ്പിച്ച സുജൂദിനെക്കുറിച്ച് ആരാധനയാണെന്നാണ് വിശുദ്ധ ഖുർആനും രേഖപ്പെടുത്തി വെച്ചത്. കാരണം അവർ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുമ്പിലൊക്കെ സമർപ്പിച്ചിരുന്ന സുജൂദ്, മറ്റ് വണക്കങ്ങൾ അത് ദൈവമാണ് എന്ന വിശ്വാസത്തോടു കൂടെ ആയതുകൊണ്ട് അത് ആരാധനയായി. അപ്പോൾ ആരാധനയുടെയും ആദരവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ദൈവമാണ് എന്ന വിശ്വാസമുണ്ടായിരിക്കുക, ദൈവമല്ല എന്ന വീക്ഷണത്തിലൂടെ വിശ്വസിക്കുക, എന്നിട്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഈസ നബിയെയും ഉസൈർ നബിയെയും മറിയം ബീവി റളിയല്ലാഹു അൻഹയുമൊക്കെ അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നടത്തിയ കർമ്മങ്ങളെക്കുറിച്ച് ആരാധനയായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. കാരണം മറിയമിനെക്കുറിച്ചും ഉസൈർ നബിയെക്കുറിച്ചും ഈസാ നബിയെക്കുറിച്ചുമൊക്കെ അവർ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊക്കെയുള്ള വിശ്വാസമായിരുന്നു. നാം കാബാലയത്തിങ്കൽ ചെന്ന് കാബാലയത്തെ ആദരിക്കുന്നതും കാബാലയത്തിൻ്റെ ഒരു മൂലയിൽ ഫിറ്റ് ചെയ്ത വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുന്നതും ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ വെച്ചുള്ള നിസ്കാരം, ഇതൊന്നും അവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആരാധനയല്ല, മറിച്ച് ആദരവ് മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും
ജാറങ്ങളെയും മക്ബറകളെയും കാണുന്നത്. അഥവാ അവക്കുള്ള ആരാധനയല്ല, അവരെ ആദരിക്കലും ബഹുമാനിക്കലുമാണ്. സാധാരണ മനുഷ്യരല്ല അവർ, അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, അള്ളാഹുവിൻ്റെ നബിയാണ്, വലിയാണ് എന്ന വിശ്വാസത്തോടുകൂടെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അവർക്കുള്ള ആരാധനയാകുന്നില്ല. ആരാധനയാകുന്നതിൻ്റെ മാനദണ്ഡം ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാരായ കക്ഷികൾ പോലും സമ്മതിക്കേണ്ടി വരികയും പരസ്യമായി തുറന്ന് എഴുതുകയും ചെയ്തു. ആരാധനയാകുന്നതിൻ്റെ മാനദണ്ഡം കേവലം ഒരു വണക്കത്തിനൊന്നും കേവലം ഒരു ആദരവിനൊന്നും ആരാധന എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ആരാധനയാകുന്നതിൻ്റെ മാനദണ്ഡം അത് ദിവ്യത്വം കൽപ്പിക്കലാണ് എന്ന് പരസ്യമായി അവർ എഴുതിവിട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ കാതലായ വശം ആരാധനയാവണമെങ്കിൽ ദൈവമാണ്, അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസവും വീക്ഷണവും വെച്ച് പുലർത്തുമ്പോൾ ആ അർത്ഥിക്കപ്പെടുന്ന ശക്തിയുടെ മുമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആരാധനയായി മാറുന്നു. അതില്ലാത്ത പക്ഷം നാം അത് ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്, ഒരിക്കലും ആരാധനയാകുന്നില്ല. ഇനി അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ദിവ്യത്വം കൽപ്പിക്കൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ ദിവ്യത്വം കൽപ്പിക്കൽ? ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന വസ്തുവിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക. ഇത് തന്നെയാണ് ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന വസ്തുവിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഈ വിശ്വാസം നബിക്കോ വലിയനോ മറ്റു ഒരു പുരുഷനും നാം വകവെച്ചു കൊടുക്കുന്നില്ല. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ആരാധനയാകുന്നില്ല, ആദരവ് മാത്രമാണാകുന്നത്. നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ആവശ്യമായ തരത്തിലുള്ള സിറാമിക് ബെറ്റർ ഫൈൻ ടൈൽസുകളുടെയും സാനിറ്ററി വെയറുകളുടെയും അതിവിപുലമായ ശേഖരം തലശ്ശേരിയിൽ ടൈൽ വേൾഡ്. ജോൺസൺ റിജൻസി ഏഷ്യൻ 4 ടൈലുകൾ, സെസ്റ്റിക്, സിറ്റി ഗോൾഡ് വാൾ ടൈലുകളുടെയും കേരളത്തിലെയും മാഹിയിലെയും ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ടൈൽ വേൾഡ്, വാദ്യാർ പീടികയ്ക്ക് സമീപം, മെയിൻ റോഡ്, തലശ്ശേരി. ഫോൺ 2343-898. മൊബൈൽ 9447483898. വെളിച്ചത്തിന്റെ ലോകത്ത് പ്രകാശത്തിന്റെ ഗോപുരം, തെളിമയുടെ ധവളിമയിൽ വിലക്കുറവിന്റെ പര്യായം. റിയ, ദ റിലയബിൾ പവർ. ഇലക്ട്രോണിക് ചോക്ക്, പാർട്ടീസ്, UPS, ഇൻവെർട്ടേഴ്സ് എക്സെട്ര. 6 വർഷം ഗ്യാരണ്ടിയുള്ള റിയ ഇലക്ട്രോണിക് ചോക്കുകൾ. കുറഞ്ഞ കറണ്ട്, കൂടുതൽ പ്രകാശം. കുറഞ്ഞ വില, കൂടുതൽ ആയുസ്. കറണ്ട് ചാർജ് അധികമാവാതിരിക്കാൻ റിയ ഇലക്ട്രോണിക് ചോക്ക് ഉപയോഗിക്കുക. ഫോൺ 0494-2490-786, 2490-313. ഇബാദത്തിന്റെ നിർവചനവും ആദരവിൻ്റെയും ആരാധനയുടെയും വ്യത്യാസവും വ്യക്തമായി മനസ്സിലാക്കാത്തതിനാലാണ് പാവനമായ ഖബർ സിയാറത്തിനെ ഷിർക്കും ഇസ്ലാമിക വിരുദ്ധവുമായി ചിലർ ചിത്രീകരിക്കുന്നത്. ഇബാദത്തിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഭീമാബദ്ധത്തിൽ അവർ ആപതിക്കുമായിരുന്നില്ല. ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തവർ ഖബർ സിയാറത്തിനെ ഖബർ പൂജയായി വിശേഷിപ്പിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖബർ സിയാറത്ത് ആദ്യകാലത്ത് നിരോധിച്ചിരുന്നല്ലോ. എന്തായിരുന്നു കാരണം? ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം ആ സമൂഹം വേണ്ടത്ര ഉൾക്കൊണ്ടിരുന്നില്ല. ആ ഒരു പരിസ്ഥിതിയിൽ ഖബറിനെ ആദരിക്കാൻ ഇസ്ലാം അനുവദിച്ചാൽ ഖബറിനെ ആരാധിക്കലും ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കും. അതിനാൽ ഈ വ്യത്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നിരോധിച്ചു. തൗഹീദും ഷിർക്കുമൊക്കെ ജനങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു, കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി വസൂറുഹ. ആദ്യകാലത്ത് ഞാൻ നിങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളുക.
മുസ്ലിം വാള്യം 1 പേജ് 314. മുസ്ലിം സമൂഹം അന്നു തൊട്ട് ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അനുസരിച്ച് ഖബർ സിയാറത്ത് ചെയ്തു വരുന്നു. എന്നാൽ തൗഹീദും ഷിർക്കും വേർതിരിച്ചറിയാത്തവർ, ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തവർ എന്നും മഹാന്മാരുടെ ഖബർ സിയാറത്ത് ഖബർ ആരാധനയാണെന്ന ലോകവിഡ്ഢിത്തം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര പുറപ്പെടരുത്. ഈ ഹദീസ് എന്തിനിവിടെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. കാരണം സിയാറത്താണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അതേസമയം പള്ളിയിലേക്ക് യാത്ര പുറപ്പെടലാണ് ഈ ഹദീസിലെ പ്രതിപാദ്യ വിഷയം. സിയാറത്തിന് വേണ്ടിയുള്ള യാത്രയും ഇവിടെ വിഷയമാകുന്നില്ല. പക്ഷേ ബിദഈകൾ ഈ ഹദീസിനെ പള്ളികൾ മാത്രമല്ല ഖബർസ്ഥാനവും മറ്റും ഇവിടെ ഉൾപ്പെടും എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഹദീസ് വിശകലനം ചെയ്യാം. ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫൈദുൽ ബാരിയിൽ പറയുന്നു, ഈ ഹദീസ് ഖബർ സിയാറത്തിന്റെ വിഷയത്തിലല്ല വന്നിട്ടുള്ളത്. കാരണം ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി 3 പള്ളികളിലേക്കല്ലാതെ യാത്ര ചെയ്യരുത് എന്നാണ് ഉള്ളത്. ഇതിൽ നിന്നും പള്ളികളുടെ വിഷയത്തിൽ മാത്രമേ ഈ ഹദീസ് ബാധകമാകൂ. ഖബർ സിയാറത്തുമായി ഇതിന് ബന്ധമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഫൈദുൽ ബാരി 2-ാം വാള്യം 433-ാം പേജ്. ബഹുമാനപ്പെട്ട ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഇതേ ആശയം പറഞ്ഞതായി ഫതുഹുൽ ബാരിയുടെ 3-ാം വാള്യം 22-ാം പേജിൽ നമുക്ക് കാണാം. ചില പള്ളികൾക്ക് അള്ളാഹു മറ്റു ചില പള്ളികളെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ എന്നിവയാണ് ആ പള്ളികൾ. മറ്റു പള്ളികളെ അപേക്ഷിച്ച് കൂടുതൽ ഇരട്ടി പ്രതിഫലം ഈ പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തിന് ലഭിക്കുന്നു. ഇത്തരം പ്രതിഫലം ആഗ്രഹിച്ച് പള്ളി എന്ന നിലയിൽ 3 പള്ളിയല്ലാത്ത മറ്റു പള്ളികളിലേക്ക് യാത്ര ചെയ്യാൻ മുസ്ലിമിന് പാടുള്ളതല്ല. ഈ വസ്തുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തുഷദ്ദു എന്ന ഹദീസിലൂടെ വിശദീകരിച്ചത്. അല്ലാതെ ഒരു യാത്രയും പാടില്ല എന്നതാണ് ഈ ഹദീസിന്റെ വിവക്ഷയെന്ന് ബുദ്ധിയുള്ളവരാരും പറയുകയില്ല. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ എവിടേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും, അതൊക്കെ പാടില്ലെന്ന് എങ്ങനെയാണ് പറയുക? ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ആത്മീയ കേന്ദ്രമായ ഉള്ളാൾ സയ്യിദ് മദനി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണിത്. ദിവസവും 100 കണക്കിന് ആളുകൾ ഇവിടെ സിയാറത്തിനെത്തുന്നു. അനിർവചനീയമായ ആത്മീയോന്നതിയാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വെച്ചുള്ള പ്രാർത്ഥന എത്ര പേർക്കാണ് സാന്ത്വനം നൽകിയിട്ടുള്ളത്. ആഗ്രഹ സഫലീകരണം ഇവിടത്തെ നിത്യാനുഭവമാണ്. അനുഭവസ്ഥർക്ക് അതിൻ്റെ വിലയറിയൂ. ഇങ്ങനെ എത്രയെത്ര കേന്ദ്രങ്ങൾ, അവിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാർ അവരുടെ വഫാത്തിന് ശേഷവും ആശ്രിതർ കത്താണിയായി നിലകൊള്ളുകയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വല്ലാഹു വലിയുൽ മുത്തഖീൻ ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യൂഖിനൂൻ
أم حسب الذين اجترحوا